ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം തള്ളപ്പെടാവുന്നവരായി മറ്റുള്ളവർ നമ്മെ അവഗണിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇതൊരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ നമ്മുടെ കുടുംബക്കാരിൽ നിന്നോ നമ്മുടെ സഹവിശ്വാസികളിൽ നിന്നോ നമ്മുടെ മാതൃസഭകളിൽ നിന്നോ പലപ്പോഴും നാം തള്ളപ്പെടലിൻ്റെ അവഗണിക്കുന്നതിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങനെ തള്ളപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ജീവിതത്തിൽ നിരാശയും വേദനയും പിടിമുറുക്കിയതായ വ്യക്തിജീവിതങ്ങളോട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അഥവാ നിങ്ങൾ അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയോർത്ത് നിരാശപ്പെടേണ്ടതും വേദനപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിങ്ങളെ അവഗണിച്ചാലും വലിയവനായിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് ഒന്നാമത് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം അതിന് തെളിവ് നൽകുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഇബ്താഹ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇബ്താഹിനെ തൻ്റെ സഹോദരന്മാർ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കി അവൻ തോബ് ദേശത്ത് ചെന്ന് പാർക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇബ്താഹിനെ പറ്റി പറയുമ്പോൾ ഇബ്താഹിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൻ ഗിലെയാദിൻ്റെ പുത്രനാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ഇവൻ്റെ പ്രത്യേകത വീരപരാക്രമിയായ ഒരു യോദ്ധാവായിരുന്നു ഇബ്താഹ് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ അടുത്തതായിട്ട് നാം കാണുന്നത് ഇവൻ വേശ്യപുത്രനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവൻ വേശ്യപുത്രനായിരുന്നത് കൊണ്ട് തൻ്റെ സഹോദരന്മാർ തങ്ങളോടൊപ്പം അവകാശം അവന് കൊടുക്കാതെ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ തോബ് ദേശത്ത് ചെന്ന് പാർത്തതായിരിക്കുന്ന ഇബ്താഹിൻ്റെ കൂട്ടുകാർ എല്ലാം ഈ ലോകപ്രകാരമുള്ളവരായിരുന്നു എന്ന തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയം മാത്രം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇബ്താഹ് തൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നത് താൻ ഒരു വേശ്യാപുത്രനാണെന്ന് പറഞ്ഞ് ആയതുകൊണ്ട് തൻ്റെ കുടുംബസ്വത്ത് പോലും തനിക്ക് ലഭിക്കേണ്ട അവകാശം നൽകാതെ പുറത്താക്കിയത് കൊണ്ട് ഒരുപക്ഷെ ആ സമയം മുതൽ ഇബ്താഹിനെ ഭരിച്ചിരുന്നത് ഒരു പരാജയ ഭീതിയായിരിക്കാം. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം പരാജയങ്ങളായിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഇബ്താഹ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്നാൽ കാലഘട്ടങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ഇബ്താഹിൻ്റെ സഹോദരന്മാർ ഇബ്താഹിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ വന്ന് ഞങ്ങളുടെ നായകനായി അമ്മോന്യരോട് യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. നോക്കണമേ, ഇബ്താഹിൻ്റെ സഹോദരന്മാർ തന്നെ തള്ളിക്കളഞ്ഞ് തന്നെ അവഗണിച്ച് വേശ്യപുത്രൻ എന്ന് പറഞ്ഞ് അവഗണിച്ച് പിതാവിൻ്റെ സ്വത്തുക്കൾ പോലും അവകാശം ലഭിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പിന്നീട് വളരെ കാലത്തിന് ശേഷം ഈ സഹോദരന്മാർ വന്ന് ഇബ്താഹിനോട് പറയുകയാണ്, നീ വന്ന് ഞങ്ങൾക്ക് നായകനായിട്ടിരുന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ,
നോക്കൂ, ഇബ്താഹിനെ തൻ്റെ സ്വന്തക്കാർ, തൻ്റെ സഹോദരന്മാർ സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം ഭവനത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞതായിരുന്നു, അവനെ അവഗണിച്ച് പുറത്താക്കിയതായിരുന്നു. വേശ്യപുത്രൻ എന്ന് പറഞ്ഞ് അവൻ്റെ പിതാവിൻ്റെ സ്വത്തിന് അവനെ അവകാശം കൊടുക്കാതെ, അല്ലെങ്കിൽ തങ്ങളോട് ചേർന്ന് ഇവൻ അവകാശം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ പുറത്താക്കിയ വ്യക്തിയായിരുന്നു. എന്നാൽ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നോക്കണമേ, ആ സഹോദരന്മാർ വന്ന് ഇബ്താഹിനോട് പറയുകയാണ്, നീ വന്ന് ഞങ്ങൾക്ക് നായകനായിരിക്കുക എന്നാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നതായ മാന്യ ശ്രോതാവേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്താഹ് എവിടെ നിന്ന് തള്ളപ്പെട്ടുവോ അവിടേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയവനായ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ എവിടെ തള്ളപ്പെട്ടുവോ അവിടേക്ക് നിന്നെ തിരികെ കൊണ്ടുവന്ന് നീ തള്ളപ്പെട്ട പ്രദേശത്തിൽ, നിന്നെ തള്ളയവരുടെ മധ്യത്തിൽ, നിന്നെ അവഗണിച്ചവരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ തള്ളപ്പെടലിൻ്റെ അവസ്ഥ അനുഭവിക്കുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതൊരു പ്രത്യേക വിഷയമാണ്. എന്താണെന്നറിയാമോ? രണ്ടാമതായിട്ട് ശത്രുവിൻ്റെ പദ്ധതികളെ മുൻകൂട്ടി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ വായിക്കണം. അതിനകത്ത് ഇസ്രയേൽ രാജാവിനോട് അമ്മോന്യർ യുദ്ധത്തിന് വരുന്നു എന്നുള്ളതായ കാര്യം, ഇന്ന ദിക്കിൽ കൂടെ അവർ വരുന്നു എന്നുള്ളതായ കാര്യം ഇസ്രയേൽ രാജാവിനെ മുൻകൂട്ടി അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അറിയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ശത്രുവിൻ്റെ സകല പദ്ധതികളെയും പരാജയപ്പെടുത്തുവാനായിട്ട് ഇസ്രയേൽ രാജാവിന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനകത്ത് നിന്ന് നാം പഠിക്കേണ്ട ഒരു വലിയ പാഠം ഇതാണ്. നാം നിൽക്കുന്നതായ, അല്ലെങ്കിൽ നാം വിശ്വാസ ജീവിതം നയിക്കുന്നതായ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകത്തിൽ നിന്ന് അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരും. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, ശത്രുവിൻ്റെ രഹസ്യ പദ്ധതികളെ ഇസ്രയേൽ തിരിച്ചറിഞ്ഞത് കാരണം ശത്രുവിൻ്റെ പദ്ധതികളെ അവർക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. അതായത് പരമാധികാരിയായ ദൈവത്തിന് ശത്രുവിൻ്റെ സകല പദ്ധതികളെയും അറിയാം. ആ പരമാധികാരിയായിരിക്കുന്ന ദൈവം ഇസ്രയേലിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവപുരുഷനിൽ കൂടെ അവൻ പറഞ്ഞു കൊടുത്തു, ഇന്ന സൈഡിൽ കൂടെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ശത്രു കടന്നു വരുന്നു എന്നുള്ളതാണ്. ദൈവത്തിലുള്ളതായ അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഭൗതിക ജീവിതത്തിലും നമുക്ക് ജയം നൽകുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എതിർക്കുന്നവരുടെ പദ്ധതികളെ തകർത്തു കളയുവാൻ ഇതുമൂലം കഴിയുമെന്ന് നാം തിരിച്ചറിയുക. മുൻകൂട്ടി ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുക. എതിരാളികളുടെ പദ്ധതികളെ മനസ്സിലാക്കിയാൽ നമുക്കെത്ര വലിയ ശത്രുക്കളെയും കീഴ്പ്പെടുത്താൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ശത്രുവിൻ്റെ പദ്ധതികളെ മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം, നിങ്ങൾ എതിരിടുന്നത് എത്ര വലിയ ശത്രുവായിക്കോട്ടെ, ആ ശത്രുവിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശത്രുവിൻ്റെ പദ്ധതികളെ അറിയാത്തവരല്ലല്ലോ. കാരണം പിശാചിൻ്റെ പ്രവൃത്തികളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ
എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അവിടെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം, ശത്രുവിനെ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ അവൻ്റെ പദ്ധതികളെ മുൻകൂട്ടി അറിഞ്ഞ് അവനെതിരെ യുദ്ധം ചെയ്യുന്നവരായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞത് നാം നമ്മെ തന്നെ സംരക്ഷിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ പ്രതികൂല അവസ്ഥകളിലൊക്കെയും മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതായ വ്യക്തിജീവിതങ്ങളെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. അവർ എവിടെ കടന്നു ചെന്നാലും ഒരു തള്ളപ്പെടൽ അവർക്ക് അനുഭവപ്പെടാം. ഏത് മേഖലകൾ കടന്നു ചെന്നാലും, ഏത് സഭയിൽ കടന്നു ചെന്നാലും, ഏത് സ്ഥലത്ത് കടന്നു ചെന്നാലും അവർ അവഗണിക്കപ്പെടുന്നവരായി, തിരസ്കരിക്കപ്പെടുന്നവരായ ഒരനുഭവം അവർക്കുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെ തിരസ്കരണം അനുഭവിക്കുന്ന, അങ്ങനെ അവഗണന അനുഭവിക്കുന്ന വ്യക്തി ജീവിതത്തോട് ഞാൻ പറയട്ടെ, നിങ്ങളെ സ്വയം സംരക്ഷിക്കുവാനായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ സ്വയം സംരക്ഷിക്കുക. ആത്മീകരായ നാം നമ്മെ സ്വയം സംരക്ഷിക്കുവാനായിട്ട് പഠിക്കണം. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ സർവായുധ വർഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ സർവായുധ വർഗങ്ങളെ നാം ധരിച്ച് നാം സ്വയം സംരക്ഷകരായിട്ട് മാറേണ്ടത് വളരെ ആവശ്യമാണ്. നാം നമ്മുടെ നാവിനെയും ജീവിത സാഹചര്യങ്ങളെയും സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ പോർക്കളത്തിൽ നിന്ന് പോരാടുന്നത് ഈ ഭൂമിയിൽ വെച്ചാണെന്ന് നാം മറന്നു പോകരുത്. നാം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ നാവിനെയും നമ്മൾ പലപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നു. ദൈവവചനം പറയുന്നത് മറ്റുള്ളവരോട് നാം വിവേകത്തോടു കൂടി പെരുമാറണം എന്നുള്ളതാണ്. നാം പറയുന്നത് യെസ് എന്ന് പറഞ്ഞാൽ യെസ് എന്നും നോ എന്ന് പറഞ്ഞാൽ നോയും ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുവാൻ നാം പഠിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഭാഷ, നമ്മുടെ സംഭാഷണം, ഇതൊക്കെ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിൽ നിന്ന് അധികമായുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ തള്ളപ്പെട്ടവരുടെ മുമ്പിൽ നാം മാനിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ തള്ളപ്പെടലിൻ്റെ അവസ്ഥ, അവഗണനയുടെ അവസ്ഥ, തിരസ്കരണത്തിൻ്റെ അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിജീവിതമേ ഒന്നാമത് മനസ്സിലാക്കുക, ആ തള്ളപ്പെടലിനകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി വെളിപ്പെടുവാനുണ്ട്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ശത്രുവിൻ്റെ പദ്ധതികളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ അതിനായിട്ട് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് നാം നമ്മെ തന്നെ ഈ പാപലോകത്തിൽ സ്വയം സംരക്ഷിക്കുവാനായിട്ട് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വിജയങ്ങൾ കൊണ്ടുവരുമെന്ന് നാം മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.